ജോയ്സ് ടോക്കിലേക്ക് സ്വാഗതം. സുഹൃത്തിനാൽ കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെട്ട ഭാര്യ. കഴിഞ്ഞ ആഴ്ച കേട്ട വാർത്തകളിൽ നടുക്കമുളവാക്കിയ ഒരു വാർത്തയാണ് ആൺ സുഹൃത്തിനാൽ സ്വന്തം കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെട്ട 30 വയസ്സുകാരിയുടെ മരണം. പാവം ഒരു പൂജാരിയെ ലോകത്തിന് മുമ്പിൽ പരിഹാസ്യനാക്കിയ ഭാര്യ ഇതുവരെ ആരും അറിയാതെ ചെയ്തു വന്ന പ്രവൃത്തി ഒടുവിൽ മാധ്യമങ്ങളിൽ ഘോഷിക്കപ്പെട്ടു. രാവിലെ അമ്പലത്തിൽ പോയ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുകൊടുത്ത് കുട്ടിയെ ഒരുക്കി സ്കൂളിലും വിട്ട ശേഷം വീട്ടിലെത്തിയ കാമുകന് ചായയും മറ്റു പലതും നൽകുന്നതിനിടെ കൊല ചെയ്യപ്പെട്ടു അത്രേ. ഒരു തെറ്റുമില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്നാണല്ലോ പുതിയ സ്ത്രീയുടെ മുദ്രാവാക്യം. ആ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കട്ടുതിന്നുന്ന എല്ലാ സ്ത്രീകൾക്കും ഒടുക്കം ഇതുതന്നെയാണ് വിധി. കെട്ടിയവൻ ഭാര്യയെയും മക്കളെയും പോറ്റാൻ അതിരാവിലെ തൊഴിലിന് പോകുമ്പോൾ ഭാര്യ വീട്ടിലിരുന്ന് ചാറ്റോട് ചാറ്റ്. ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റയും ടെലഗ്രാമും നിരങ്ങി കിട്ടുന്ന ഹായ്കൾക്കെല്ലാം ഹലോ തിരിച്ചു നൽകി വിരാജിക്കും. സ്വന്തം ഭാര്യയും മകളും അമ്മയും പെങ്ങളുമല്ലാത്ത ഏതു പെണ്ണും തനിക്ക് അനുഭവിക്കാനുള്ള വിഭവമാണെന്ന് വിശ്വസിക്കുന്ന കുറെ പുരുഷ കേസരികൾ. അവറ്റകളുടെ 20 കിലോമീറ്റർ സ്പീഡുള്ള ഹായ്കൾക്ക് 80 കിലോമീറ്റർ സ്പീഡിൽ പെണ്ണൊരുത്തിയുടെ ഹലോ, പിന്നെ ചറപറ ചാറ്റുകൾ, ഫേക്ക് ID ഉണ്ടാക്കി ചാറ്റാൻ ഇറങ്ങി ഈ മൊണ്ണ പെണ്ണുങ്ങളെ പറ്റിക്കുന്നു. വീടും നാടും കുടുംബചരിത്രവും വരവും ചെലവും ലൈവ് ലൊക്കേഷനും വരെ മുഖമില്ലാത്ത ഊരും പേരും അറിയാത്ത ഒരുത്തന് അല്ല പലർക്ക് പങ്കുവെക്കുന്നു. പാവം ഭർത്താവ് ഭാര്യയെയും മക്കളെയും പോറ്റാൻ പെടാപ്പാടുപെടുന്നത് അവഗണിച്ച് സുഖാന്വേഷികളായ അന്യപുരുഷന്റെ മധുരവാക്കിൽ ഭ്രമിക്കുന്നു. താലിമാല വരെ ഊരി സംഭാവന ചെയ്യുന്നു. പിന്നെ കടം വാങ്ങി സംഭാവന. തിരിച്ചു കിട്ടുന്നത് ചക്കര വാക്കുകളും ശാരീരിക മാനസിക അനുഭൂതികളും. ശരീരഭാഗങ്ങളുടെ ഫോട്ടോ സ്വയം എടുത്ത് സെൻഡ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന വിപത്തിനെ പറ്റി ഒരു ചിന്തയുമില്ലാത്ത പൊട്ടത്തികൾ. പിന്നെ ബ്ലാക്ക് മെയിലുകൾ. നോക്കൂ, സ്വന്തം വീട്ടിലെ കിടപ്പുമുറി വരെ ഈ കാമുകന് കാണാപ്പാഠമായിരുന്നു. ആ മെത്തക്കടിയിലാണ് കൊല്ലാനുള്ള കത്തി ഒളിപ്പിച്ചു വെച്ചത്. തന്നോടൊപ്പം വീട് വിട്ട് കുട്ടിയുമായി ഇറങ്ങി വരാൻ നിർബന്ധിക്കാൻ മാത്രം ബന്ധം വളർത്തി. ദുരന്ത കഥാപാത്രമായ ഈ സ്ത്രീയെ ഓർത്ത് ആരും സഹതപിക്കരുത്. അമ്മ നഷ്ടപ്പെട്ട് അനാഥനായ ആ കുഞ്ഞിനെ ഓർത്ത് ഖേദിക്കുക. ആ ഭർത്താവിനെ സൽസ്വഭാവിയായ നല്ലൊരു വധുവിനെ എത്രയും വേഗം ലഭിക്കട്ടെ എന്നാശംസിക്കുക. ഒപ്പം ജീവിക്കുന്ന ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാട്ടുന്ന ഭൂരിഭാഗം പേരുടെയും അന്ത്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ധനനഷ്ടം, മാനഹാനി, ജീവഹാനി. പിന്നെ പുരുഷന്മാരെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളുടെ തൊഴിൽ എന്തുമാകട്ടെ, തിരക്ക് എത്രയും അധികമാവട്ടെ, എല്ലാം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാവും അല്ലേ? പക്ഷെ ഭാര്യ ഒരു മനുഷ്യ സ്ത്രീയാണെന്നത് മറക്കരുത്. ചോരയും നീരുമുള്ള പെണ്ണാണത്. കുറെ തുണിയും മണിയും തീറ്റയും കൊടുത്താൽ അവൾ തൃപ്തയാകുമെന്ന് ധരിക്കരുത്. സ്വന്തം ഭാര്യയോട് സല്ലപിക്കാൻ ഇത്തിരി നേരം ഉറപ്പായും കണ്ടെത്തണേ. കൊച്ചു കൊച്ചു തമാശകൾ, സാരിയുടെ ഞൊറിയൊന്ന് പിടിച്ചു കൊടുക്കൽ, ഭക്ഷണം അവളുടെ പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുക്കൽ ഒക്കെ ഭാര്യയുടെ മനസ്സിനെ തരളമാക്കും. എന്തും അവളല്ലേ നിങ്ങൾക്ക് ആഹാരം വിളമ്പിത്തരുന്നത്, ഒരിക്കൽ അവൾക്ക് വിളമ്പിക്കൊടുക്കൂ. ചില ആണുങ്ങൾ അന്യ സ്ത്രീകളുമായി തമാശ പറഞ്ഞ് കൊഞ്ചി ചിരിച്ചു മതിച്ച് രസിക്കും. എന്നാൽ വീട്ടിലിരിക്കുന്ന സ്വന്തം ഭാര്യയോട് ഭയങ്കര ഗൗരവക്കാരനായിരിക്കും. ഭാര്യ പഴകുമ്പോൾ മടുപ്പുളവാക്കും അല്ലേ? തിരിച്ചും അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ചിന്തിക്കുന്നേയില്ല. ഭാര്യ നല്ലൊരു സാരി ഉടുത്ത് നന്നായി ഒരുങ്ങി വരുമ്പോൾ, കൊള്ളാം, നല്ല കളർ, നിനക്ക് നന്നായി ഇത് ചേരുന്നുണ്ട് എന്നൊരു നല്ല വാക്ക് പോലും പറയാൻ മടി. അതേസമയം സഹപ്രവർത്തക ഒരു പഴയ ചുരിദാറിട്ട് വന്നാൽ പോലും എന്നെ ഭംഗിയമായ നീ ഇതിട്ടപ്പോൾ എന്ന് പിശുക്കില്ലാതെ മുഖസ്തുതി. പങ്കാളിയുടെ മനസ്സിനെ തൊടാൻ, അവർക്ക് സന്തോഷം നൽകാൻ ദമ്പതികൾ പരസ്പരം നിർബന്ധമായും നല്ല വാക്കുകൾ ഉപയോഗിക്കണം. ഭാര്യ ഇനി എന്നെ കൊച്ചുങ്ങളെയും ഇത്ര നല്ല സുഖസൗകര്യങ്ങളും വിട്ടിട്ട് എങ്ങോട്ട് പോകാനാ എന്ന മണ്ടൻ ചിന്താഗതിയൊന്നും പാടില്ല കേട്ടോ. പഴയകാല സ്ത്രീ അല്ല പുതിയ പെണ്ണുങ്ങൾ. പെണ്ണിന് വേണ്ട സന്തോഷങ്ങളും സമാധാനവും കൊടുക്കാൻ മടിക്കരുത്. ഇല്ലെങ്കിൽ ചാറ്റാൻ വരുന്ന കണ്ട കൂതറകളെയൊക്കെ അവൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വരെ വിളിച്ചു കയറ്റിയേക്കും. നിങ്ങളുടെ കിടക്കയിൽ അവൻ ഇടം കണ്ടെത്തും. അളവറ്റ സ്വത്തുള്ള ഭർത്താവിനെ ഉപേക്ഷിച്ച് കക്കൂസിന്റെ കുഴിയെടുക്കാൻ വന്ന ബംഗാളിക്കൊപ്പവും വയറിഞ്ഞു പണിക്ക് വന്ന തമിഴന്റെ ഒപ്പവും നാടുവിട്ട മഹിളാമണികൾ ഇന്നാട്ടിലുണ്ട്. ഒടുവിൽ നാണം കെട്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഭാര്യയെ ഭർത്താവും ഭർത്താവിനെ ഭാര്യയും ചേർത്ത് പിടിക്കുക.
ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ.